ഇന്നത്തെ മഴതോരുമ്പയുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അലീന വല്യപ്പച്ചനെ യാത്ര അയക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നു. പുള്ളി പോകുന്നു. അതായിട്ട് നേരെ കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ അലീനയും ബാലേന്ദ്ര മേനോനും കൂടെ തമ്മിലൊരു ഫോൺ കോളാണ്. അപ്പോൾ അതിനകത്ത് അവർ രണ്ടുപേരും കൂടെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയാണ്. അതായത് ആദ്യം തന്നെ അലീന ചോദിക്കുന്നത് പുള്ളിയുടെ ഹെൽത്തിനെ പറ്റിയിട്ടാണ്. മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ, ഹെൽത്തൊക്കെ നോക്കുന്നുണ്ടോ? അപ്പോൾ അയാൾ ആ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യം പറയുന്നു. ശേഷം അവൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുകയാണ്. കാരണം ഇവിടെ ജോലിയൊന്നും ചെയ്യാതെ ആകെപ്പാടെ മടുത്തിരിക്കുകയാണ്. കാരണം ഇടപാട്ടൂർ വീട്ടിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അതിൻ്റെ ഒരു മുഷിപ്പുണ്ട് എന്നിങ്ങനെയൊക്കെ പറയുകയാണ്. അവളുടെ കുറച്ച് എപ്പോഴും പറയുന്ന കുറച്ച് പരാതികളുണ്ട്. അതായത് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഇടപെടാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളത്, കിച്ചണിലോട്ട് പോകാൻ സമ്മതിക്കാത്തത്, അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അതൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ സ്റ്റാൻലിയുടെ മദ്യപാനത്തെ പറ്റിയിട്ടാണ് അവർ പറയുന്നത്. അപ്പം പുള്ളിക്ക് ഭയങ്കര മദ്യപാനമാണ് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയാണ് ഇപ്പോൾ പുള്ളിയുടെ കരലും കിഡ്നിയൊക്കെ പിടിച്ചു ഇല്ലെന്നുണ്ടെങ്കിൽ പോകട്ടോ എന്ന് പറയുമ്പോഴത്തേനുള്ളത് അച്ഛൻ്റെ ടെൻഷൻ ആക്കല്ലേ അച്ഛാന്ന് പറയുമ്പോൾ പറയുകയാണ് ഈ മദ്യപന്മാർക്ക് ഒരു വിചാരമുണ്ട് അവരുടെ ആരോഗ്യത്തിനൊന്നും യാതൊരു പ്രശ്നമില്ല, പക്ഷേ അങ്ങനെയല്ല എന്ന് പറയുകയാണ്. അതിനുശേഷം വല്യപ്പച്ചൻ്റെ കാര്യം പറയുന്നുണ്ട്. വല്യപ്പച്ചനും ഈ പറയുന്ന അലീനയും കൂടെ ഭയങ്കര കൂട്ടായി. അപ്പം ബാലേന്ദ്രൻ ചോദിക്കുകയാണ് നിന്നെ വലിയ ഇഷ്ടമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞങ്ങൾ നല്ല കമ്പനിയായി, എന്നെ വലിയ കാര്യമാണ്, പക്ഷേ ഈ പുള്ളി പറഞ്ഞാലൊന്നും ഈ നമ്മുടെ സ്റ്റാൻലി മദ്യപാനം നിർത്തില്ല എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ അവർ തമ്മിൽ നല്ല ചങ്ങായിമാരെ പോലെയാണ്. കാരണം അവരൊരു കള്ളൂടി കമ്പനിയാണ് എന്ന് പറയുന്നത്. പക്ഷേ ഞാനും ഒരു ബ്രാൻഡിക്ക് അടിക്കുകയാണെങ്കിൽ ഒരു എന്നോടും കമ്പനി ആക്കുമെന്നാണ് തോന്നണേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. പിന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് പുള്ളി ഭയങ്കര വെള്ളമടിക്കാരനാണ്. കാരണം അന്ന് വന്നപ്പോഴും കണ്ടാണ്. അതായത് ത്രൂ ഔട്ട് ആ മീറ്റിംഗ് ഫുള്ള് പുള്ളിയുടെ കയ്യിൽ ഗ്ലാസും എന്താ പറയുക അത് ഇതുണ്ടായിരുന്നു, മദ്യം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ സിഗരറ്റും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അവിടുത്തെ വീട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ പറ്റി പറയുകയാണ്. അവിടുത്തെ കുറച്ച് വർക്കേഴ്സ് ഉണ്ട്, അവർ ഭയങ്കര കള്ളന്മാരും അഹങ്കാരികളുമാണ്, ഫുള്ളും ഇയാളെ ടൂറ്റുമാണ് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ബാലേന്ദ്രൻ പറഞ്ഞു ശരിക്കും ഇവിടുത്തേക്കാട്ടിലും നല്ല പണി നിനക്ക് സ്റ്റാൻലിയുടെ വീട്ടിൽ തന്നെയാണല്ലോ, ഇതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കണ്ടേ എന്ന് പറയുകയാണ്. അപ്പം അവൾ പറഞ്ഞു എനിക്കറിയില്ല ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. അന്നേരം പറഞ്ഞില്ല നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് എല്ലാം പറ്റും എന്നൊക്കെ പറഞ്ഞൊരു ആത്മവിശ്വാസമൊക്കെ കൊടുത്ത് അങ്ങനെ അവിടുത്തെ വിശേഷ കാര്യങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളൂ. അതിനുശേഷം പിന്നെ അവർ സംസാരിക്കുന്നത് പറഞ്ഞാൽ വൈജയന്തിയാണ്. വൈജയന്തിയുടെ ടോപ്പിക്കാണ് പിന്നെ അവൾ എടുത്തിരുന്നത്. അപ്പോൾ നമ്മുടെ അലീന ചോദിക്കുകയാണ് വന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പം കാരണം കുറേ അടി കിട്ടിയതാണല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഒതുക്കത്തോടെയാണോ വൈജയന്തി നിൽക്കുന്നതെന്ന് നമ്മുടെ അലീന ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നത് ഏയ് അങ്ങനെയല്ല, അടി കൊടുത്തിട്ട് വന്നവളെ പോലെയാണ് എന്നിങ്ങനെ പറയുകയാണ്. തോറ്റ് വന്നവളെ പോലെയല്ല, ജയിച്ച് വന്നവളെ പോലെയാണ് കയറി വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരമൊക്കെ ഉണ്ട് പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ അലീന പറയാണ് അച്ഛൻ ഇതൊന്നും കണ്ടില്ല എന്ന് വിചാരിക്കണേ. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയാണ് നമുക്കറിയാമോ ഗ്രനേഡ് എന്ന് പറഞ്ഞൊരു സാധനമാണ് പെട്ട ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ബോംബ് പോലത്തെ സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പിന്ന് നൂരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു സ്ഫോടനം നടക്കും. അതുപോലെയാണ് ഞാൻ അതിൻ്റെ ആ ഒരു പിന്ന് ഒരു കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൈയൊന്നും മാറ്റി ഒരു വലിയ സ്ഫോടനം തന്നെ വീട്ടിൽ നടക്കും എന്നിങ്ങനെ പറയാം. അപ്പം പുള്ളി രണ്ടും കൽപ്പിച്ചാണ് നമുക്കറിയാമല്ലോ, ആ ഒരു രഹസ്യം പൊട്ടിക്കുന്നതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അറ്റ് സെയിം ടൈം ഈ പറയുന്ന അലീന ഇങ്ങനെ കെട്ടിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അത് ഇന്ന് വേണോ നാളെ വേണോ ഈ ബോംബ് പൊട്ടിക്കാൻ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ടെൻഷനായിട്ട് അല്ലെന്നും പറയുകയാണ് ഇല്ല അങ്ങനെ ചെയ്യരുത് പ്ലീസ്, ഒന്ന് ക്ഷമിക്കച്ച, കുറച്ച് നാളത്തെ കൂടെ ക്ഷമിക്കച്ച, എന്നെ ഓർത്ത് അച്ഛൻ്റെ മക്കളെ ഓർത്ത് ഒന്ന് ക്ഷമിക്കച്ച എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പുള്ളി പറയുകയാണ് നിന്നെയും അവരെ ഓർത്തിട്ടാണ് ഞാൻ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം എന്നോട് അലീന പറയാണ് അച്ഛന് ധൈര്യത്തോടെ ഇത് പറയേണ്ട ഒരു അവസരം. അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ മതി, ഇപ്പം വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും പറയാണ് ഒരു കാര്യം ചെയ്ത് മോള് ഫോൺ കട്ട് ചെയ്ത് എൻ്റെ മൂടാകെ പോയി എന്ന് പറഞ്ഞിട്ട് പുള്ളി ഫോൺ കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കിനും അവൾക്ക് ഭയങ്കര വിഷമം എന്ത് വെച്ചാന്ന് ചോദിക്കുമ്പോൾ ഇല്ല നീ വെച്ചോന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ച് പുള്ളിക്കാരത്തിനെ കൊണ്ട് ഫോൺ കട്ട് ചെയ്യിപ്പിക്കുകയാണ്. കട്ട് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വല്ലാണ്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ശരിക്കും വല്ലാത്ത ഒരു മാനസിക സമ്മർദ്ദം നൽകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ശരിക്കും നമ്മുടെ ബാലേന്ദ്രൻ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു ഇതിങ്ങനെ കുറച്ച് നേരം കാണിക്കുന്നുണ്ട് പുള്ളിയുടെ ഒരു നടത്തത്തിലും നോട്ടത്തിലും. അങ്ങനെ കുറച്ചു നേരം പുള്ളിനെ കാണിച്ചുകൊണ്ട് ആ ഒരു സീനോടെ കഴിയുന്നു. ഇനി അടുത്ത സീനിലേക്ക് ഒരു പുതിയ എൻട്രി വരികയാണ്, പുതിയൊരു കഥാപാത്രം. അടിപൊളി ഒരു മഴയത്ത് ഇങ്ങനെ ഒരു കാറ് വരികയാണ് നമ്മുടെ സ്റ്റാലിൻ്റെ വീട്ടിലേക്ക്. ഒരു ടെറർ BGM ആണ് ബാക്കിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ വന്ന പുള്ളിക്കാരത്തെ എത്ര മോശമല്ല നമുക്ക് ആ ഒരു ഇതിലിങ്ങനെ ഫീൽ ചെയ്യും. പുള്ളിക്കാരത്തെ ഇങ്ങനെ അവിടെ വന്നിറങ്ങുന്നു. ശരിക്കും നമ്മുടെ കൈക്കാരൻ ആൻഡപ്പൻ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ പുള്ളിക്കാരത്തിനെ കണ്ടപ്പോഴത്തേന് അറിയിത്താമച്ചി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ അവർ വെൽക്കം ചെയ്യുന്നു. അപ്പം അവർ തന്നെ ചോദിക്കുന്നുണ്ട് പട്ടികളൊക്കെ ഉണ്ടോ, പുറത്താണോ അതോ കൂട്ടിലാണോ? അപ്പോൾ കൂട്ടിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവർ ഇറങ്ങുള്ളൂ എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. അപ്പോഴേക്കും അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് കാണാം ആ ടെറർ BGM ഈ പുള്ളിക്കാരത്തിയുടെ ആ ഒരു ഓരോരോ പാർട്ടായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അവർ വരുന്നതൊക്കെ കാണിക്കുന്നത്. അതേ സമയത്ത് നമുക്ക് തൊട്ടിപ്പുറൊരു സാധനങ്ങൾ ഭയങ്കര പേടിച്ച് വരച്ചിട്ട് നമ്മളിങ്ങനെ ഭയങ്കര ഒരു ആങ്സൈറ്റി ഉള്ളവർ കാണിക്കുന്ന പോലത്തെ ഇങ്ങനെ കയ്യും ഒക്കെ ഒരുമാതിരി വല്ലാണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന പാവാടയിൽ ഇങ്ങനെ ഇറുക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടീനെ കാണിക്കേണ്ട ഇടയ്ക്കൂടെ. അപ്പം ആ ഒരു കൊച്ചുകൊണ്ട് കൂടി ഇങ്ങനെ രണ്ടുപേരും കൂടാണ് വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ ഡോർ തുറന്ന് പുള്ളിക്കാരത്തി ഇറങ്ങുന്നു. അതിനുശേഷം അപ്പുറത്തൂടെ ചെന്ന് മോളെ ഇറങ്ങുന്നു പറഞ്ഞിട്ട് ഡോറൊക്കെ തുറന്ന് കൊടുത്ത് ഒരു കൊച്ചിനെ മറ്റേ സീറ്റ് ബെൽറ്റ് മാറ്റി കൊടുത്തിട്ട് ഇറക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി ഇറങ്ങുന്നത് ആ ഇറങ്ങിയ ടൈമിൽ BGM പെട്ടെന്ന് അങ്ങോട്ട് മാറാണ്. ഒരു ക്യൂട്ട് പ്ലേഫുൾ മ്യൂസിക്കാണ്. ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചു ചാടി ഇങ്ങോട്ട് നിന്നിട്ട് ആ സിറ്റ് ഔട്ടിലേക്ക് കയറുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് റീത്തമ്മച്ചി ഇതേ പട്ടി എന്ന് പറഞ്ഞിട്ട് അവർ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേനെ പറ്റിച്ചെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നു. അപ്പോഴേക്കും അവരിങ്ങനെ വഴക്ക് പറയും എൽസ നീ അവിടെ നടങ്ങിയിരുന്നേ. അപ്പം എൽസ എന്നാണ് കൊച്ചിൻ്റെ പേര്. അപ്പോഴത്തേക്കും ആണോ ഞാനെന്നാ വരണില്ല എന്ന് പറഞ്ഞിങ്ങനെ കിണുങ്ങിക്കൊണ്ട് പെട്ടെന്ന് പോയിട്ട് കുറച്ച് ഇതായിട്ട് നമുക്കൊരു നോർമലായിട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെ പുള്ളിക്കാരത്തെ ഇങ്ങനെ വന്നിട്ട് കാരണത്ത് കയറിയിട്ട് ഞാൻ വരില്ല എന്നിട്ട് പറഞ്ഞിട്ട് പൊന്നു വെച്ചാൽ ഞാൻ ജസ്റ്റ് ചുമ്മാ വെറുതെ ജസ്റ്റ് കിട്ടിയാൻ പറഞ്ഞതാ എന്നിങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്കും ആണോ എനിക്ക് ഞാൻ ഇറങ്ങാട്ടോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി വീണ്ടും ഇറങ്ങുന്നു. എന്നിട്ട് വീണ്ടും അതൊരു മാതിരി ഓടി ചെന്നിട്ട് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരു കലക്ക് ആട്ടിയിട്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കാണിക്കുമ്പോൾ ഇതെന്ത് കോക്കനട്ടാടോ എന്നുള്ള രീതിയിൽ പുള്ളി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് നമ്മുടെ ആൻഡപ്പനോട്. എന്നിട്ട് വീണ്ടും ആ ടെറർ മ്യൂസിക്. അപ്പോഴത്തേക്കും പുള്ളിക്കാരി പയ്യൻ നടന്ന് ആൻഡപ്പൻ്റെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുകയാണ് അതെ ആ മഴവെള്ളപ്പാച്ചിൽ ഒഴുകി വന്ന് ഉയർത്തിയുണ്ടല്ലോ, എന്തായിരുന്നു അവളുടെ പേര്
അപ്പം പുള്ളിക്കാരൻ അലീന അവളിവിടെ ഉണ്ടോ അന്നേരം ആ ഉണ്ട് സ്റ്റാൻലി ഉണ്ടോ ഉണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് ഇങ്ങനെ ചോദിക്കണം അല്ല ഇവളൊക്കെ ഇത് എന്തിന് ഇങ്ങോട്ടേക്ക് കയറിയത് ഇത്രയും നാളും ഇല്ലായിരുന്നല്ലോ. എന്നിട്ട് ഇങ്ങനെ അവനെ അതായത് ആൻഡപ്പനെ ഇങ്ങനെ ഇട്ട് വരട്ടുകയാണ് നീ പിന്നെ സ്റ്റാൻലിയുടെ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്നതാടാ കാര്യം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അതെൻ്റെ വിഷയമല്ല എനിക്കറിയില്ല സ്റ്റാലിൻ സാർ ഉണ്ടല്ലോ നിങ്ങൾ നേരിട്ട് പോയി ചോദിക്കുക. അപ്പോഴത്തേനും പുള്ളിക്കാരൻ അതെ ഞാൻ ചോദിക്കുക തന്നെ ചെയ്യുന്നത് പക്ഷേ രണ്ടും കൽപ്പിച്ചിട്ടാണ് ഈ പുള്ളിക്കാരത്തി ഇങ്ങോട്ടേ ഇറങ്ങിയേക്കണം. അപ്പോൾ ഈ പിരിപിരുത്തോണ്ടിരിക്കുന്ന കൊച്ചിൻ്റെ അടുത്തോട്ട് എന്നിട്ട് നമ്മുടെ ഈ റീത്തമ്മ പറയുകയാണ് മോള് വാ മോക്ക് വരണ്ടേ മോക്ക് പപ്പായെ കാണണ്ടേ എന്ന്. അപ്പം നമുക്ക് മനസ്സിലാവും ഈ എൽസ എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ സ്റ്റാലിൻ്റെ മകളാണ്. ഞാൻ കുറച്ച് എക്സൈറ്റഡ് കാണണം എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ അവർ 3 പേരും കൂടെ ആൻറ്റപ്പനും പിന്നെ വന്ന റീത്താമ്മയും എൽസ എന്ന് പറഞ്ഞ കൊച്ചും കൂടി ഇങ്ങനെ സ്റ്റെയർ കയറിയിട്ട് ഇങ്ങനെ ചെല്ലുകയാണ്. അപ്പോൾ അവിടെ കാണുന്ന പറഞ്ഞാൽ കള്ളൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇന്നാൾക്ക് വിചാരിച്ചു പുള്ളിക്കാരൻ കള്ളൊക്കെ നിർത്തിയിട്ടുണ്ടാവും കള്ളുകൂടിയൊക്കെ നിർത്തിയിട്ടുണ്ടാവുന്നു. പക്ഷേ മാറ്റമൊന്നുമില്ല. പുള്ളി സ്റ്റിൽ ആ ഒരു ചെയറിൽ ഇങ്ങനെ കള്ളു കുടിച്ച് ബൂസായിട്ട് ഉറങ്ങണമെന്ന് തോന്നി കണ്ണടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഈ പറയുന്ന ആൻറ്റപ്പൻ മാത്രമാണ് അകത്ത് കയറി വന്നത്. ഡോർ നോക്കിയിട്ട് വേണമല്ലോ കയറിയേക്കും നമ്മുടെ സ്റ്റാലിൻ കണ്ണു പറഞ്ഞിട്ട് ആരാ വന്നേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞിട്ട് റീത്താമ്മ എൽസയും കൂടി വന്നിട്ടുണ്ട് എന്നാ കാര്യം ചോദിച്ചു. അപ്പം പറഞ്ഞു ആ സാബിനെ കാണുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറയണം എങ്കിൽ എന്നാൽ വരട്ടെ എന്ന് പറയുന്നു. അങ്ങനെ അവരുടെ കൂടെ കയറി വരുമ്പോഴത്തേക്കും ഈ കൊച്ചു ഓടി മറ്റേക്ക് നീക്കിക്കൊണ്ട് എന്നിട്ട് സ്റ്റാലിൻ്റെ മടി ചെന്ന് കയറിയിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ തോളത്തെ കൈയിട്ടിട്ട് അപ്പം എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പുള്ളി ചോദിക്കുന്നതിന് മുഖം സുഖമാണോ എന്നിങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ ചോദിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വാത്സല്യത്തോടെ. അപ്പോൾ ഈ കൊച്ചു പറയുകയാണെങ്കിൽ ഒരു രസമില്ല എനിക്കിവിടെ ഇഷ്ടം എനിക്കിവിടെ വന്നാൽ മതി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും പുള്ളി പറയുകയാണ് എനിക്കൊരു കാര്യം ചെയ്യുമ്പോളിങ്ങി വായോ എന്ന് പറയുമ്പം ഈ പെണ്ണ് പറയുകയാണ് ഇല്ല മമ്മി വിടൂല മമ്മി ഇങ്ങോട്ടേക്ക് വിടില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ഇങ്ങനെ പുള്ളിക്കാരത്തി അവിടെ നോക്കുമ്പോൾ ഒരു ഗ്ലാസ് ഇരിപ്പുണ്ട്. ആ ഗ്ലാസ് ഇങ്ങനെ റീത്തമ്മനെ കാണിച്ചിട്ട് പറയുന്നുണ്ട് റീത്തമ്മ നോക്കിക്കേ റീത്തമ്മയ്ക്ക് ഒരു ഗ്ലാസ് തരട്ടെ. എന്നിട്ട് ഉടനെ പുള്ളിക്കാരത്തി വഴക്ക് പറയുകയാണ് വഴക്കല്ല നീ അതോടെ വെച്ച് കളിക്കാണ്ട് ഇങ്ങോട്ട് മാറിക്കുക എന്ന് പറയുമ്പോഴത്തേനും പുള്ളിക്കാരത്തി അതോടെ വെക്കുന്നു. അപ്പം നമ്മുടെ സ്റ്റാലിൻ ഇങ്ങനെ ഈ റീത്തമ്മയോട് ചെയ്യുന്നത് റീത്തമ്മയോട് നിൽക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ ഇരിക്കാം ഒരു ഇതായിട്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ഇവർ തമ്മിൽ വലിയ ടൈംസ് ഒന്നും അല്ല. എടുത്ത വായിൽ നമ്മുടെ റീത്താമ്മയുടെ വായിൽ നിന്നൊന്നും മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടികളിരിക്കണ കസാരയല്ലേ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഉടനെ നമ്മുടെ സ്റ്റാൻലി തിരിച്ചൊരു ഡയലോഗ് പറയുകയാണ് അന്തസ്സുള്ള പട്ടികൾ ഇരിക്കുന്നതാണെന്ന്. അപ്പോൾ ഉടനെ വീണ്ടും പുള്ളിക്കാരത്തി ഞങ്ങളുടെ വീട്ടിലെ പട്ടികൾക്കാണെങ്കിൽ അവരെത്ര ഇതാണെന്ന് പറഞ്ഞാലും മനുഷ്യൻ്റെ അത്ര അന്തസ്സ് അവർക്കില്ല. അപ്പോൾ അടുത്ത പുള്ളിയുടെ ഡയലോഗ് നിങ്ങളുടെ വീട്ടിലെ പട്ടിക്ക് ഉയരാൻ പറ്റിയില്ലെങ്കിലും ആ പട്ടികളെക്കാളും താഴെ നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്കറിയാം. വാവ് എന്നാന്നേ നല്ല അടിപൊളി ഡയലോഗ് ഇട്ട് രണ്ടുപേരും ഇങ്ങനെ അമ്മാനം ആടുന്നു. അപ്പോഴത്തേക്കിന് പുള്ളിക്കാരത്തി ആരാ സ്റ്റാൻലി തഴം തരുന്നത് ഞാനൊരു കാര്യം അറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി അതിനെപ്പറ്റി അറിയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുന്ന അതേ സമയത്ത് ആ കൊച്ചിങ്ങനെ ചുമ്മാ അവിടെ ഇവിടെയും ഇങ്ങനെ പിരിവിരുത്തോണ്ട് എല്ലാ സാധനങ്ങളും പൊക്കി നോക്കുന്നു ഇങ്ങനെ എല്ലാം നോക്കുന്നു ഒക്കെ ചെയ്യാണ്. അപ്പോഴേക്കും നമ്മുടെ പുള്ളിക്കാരത്തി പറയാണ് സ്റ്റാൻലി ഏതോ ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ റേസായിട്ട് ചാടി എണ്ണീറ്റിട്ട് ചേട്ടാ ബ്ലഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടുകയാണ്. മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാമെങ്കിൽ മാത്രം എൻ്റെ മുമ്പിൽ സംസാരിച്ചാൽ മതി ഇല്ലെങ്കിൽ സംസാരിക്കരുത് എന്ന് പറയുമ്പോഴത്തേക്കും അവർ തിരിച്ച് പറയുകയാണ് ആരാ സ്റ്റാൻലി മര്യാദകേട് കാണിച്ചത് ഞാൻ എന്ത് മര്യാദകേടാണ് കാണിച്ചതെന്ന് പുള്ളി ചോദിക്കണം. അപ്പം പറയുകയാണ് ഈ സംഭവം പറയണത് അതാ ഒരു പെണ്ണിനെ കൊണ്ട് വെച്ച് താമസിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പം പുള്ളി പറയുകയാണ് അതെൻ്റെ മകളാണ്. അപ്പം പറയുകയാണ് ചോദിക്കുകയാണ് തനിക്ക് എത്ര മക്കളാണുള്ളത്. അപ്പോൾ അയാൾ പറയുകയാണ് എനിക്ക് 4 മക്കളാണുള്ളത് എൻ്റെ അറിവിൽ എൽസബത്ത് പ്രസവിച്ച് 3 മക്കളേ ഉള്ളൂ എന്ന് പറയണം. സ്റ്റാൻലി വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചതായിട്ടൊന്നും ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. പിന്നെ ഇപ്പം ഈ മോൾ എവിടെ നിന്ന് വന്നു. അയാൾ പറയാണ് കല്യാണം കഴിക്കാതെ മക്കളുണ്ടാവും എൽസമ്മയല്ലാതെ വേറൊരാൾ എൻ്റെ മകളെ പ്രസവിച്ചു എന്നും കരുതിയാൽ മതി. അപ്പോൾ ഇവർ പറയും ഇതാണോ അന്തസ് കൊട്ടാരമറ്റം വീടിനെ പറ്റിയിട്ട് താനും അതുപോലെ തന്നെ തൻ്റെ അപ്പനും ഭയങ്കരമായിട്ട് അന്തസ്സിനെ പറ്റി പറയാറുണ്ടല്ലോ ഇതാണോ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മക്കളെ ഉണ്ടാക്കണതാണോ അന്തസ് എന്നിങ്ങനെ ചോദിക്കണം. അപ്പോഴത്തേനും സ്റ്റാൻലിക്ക് ഉത്തരം മുട്ടി. അപ്പോൾ സ്റ്റാൻലി പറയണം എന്നെ വലിയ വലിയ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിക്കാമെന്ന് നോക്കണ്ട അറിയേണ്ട കാര്യങ്ങൾ അത് മര്യാദയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ തന്നെ ചെയ്യും എങ്കിൽ മര്യാദയ്ക്ക് പൊക്കോളണം എന്ന് പറയുമ്പോഴത്തേക്കിനും കുറച്ച് പേടിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അവർ വീണ്ടും അതിനേക്കാളും അവരോട് ചോദിക്കുകയാണ് എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതി ഇത്രയും നാളും ഇല്ലാത്തൊരു മകൾ ഞങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു മകൾ ഇപ്പോൾ ഇവിടുന്ന് എങ്ങനെ ഉണ്ടായി ഇതുപോലെ ഇനിയും മക്കൾ വരാനുണ്ടോ ഇതുപോലെ പല ആൾക്കാരും സ്റ്റാൻലിയുടെ മക്കളെ പ്രസവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് അവരിങ്ങനെ ചോദിക്കുകയാണ്. നമ്മുടെ സ്റ്റാൻലിനോടാണ് കളി. സ്റ്റാൻലി അപ്പം ഉണ്ടെങ്കിൽ ഇനി ഒരു ഡസൻ മക്കളും കൂടെ വരാനുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തൂക്കിക്കൊല്ലുമോ അവർ പറയുകയാണ് ഒരു അന്തസ്സുള്ള മറുപടി അല്ല സ്റ്റാൻലി എന്ന് പറയുമ്പോൾ പറയണം അന്തസ്സുള്ള സ്ത്രീകളും മര്യാദയോടെ ചോദിച്ചാൽ നല്ല മറുപടി കിട്ടും. ഇങ്ങനെ കുറച്ച് മര്യാദയ്ക്ക് ചോദിക്കുകയാണ് ഇതുവരെ ഇല്ലാത്തൊരു മോൾ എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലിൻ ആക്ച്വലി പുള്ളി ഭയങ്കര ദേഷ്യക്കാരനാണെന്നും വലിയ വാശിക്കാരനെന്ന് പറയില്ല അയാളൊരു പാവാണെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം പുള്ളി ഇത്രയും ഇതായിട്ട് വന്നപ്പോഴും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും പുള്ളിക്കാരത്തിയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കുകയാണ്. അതായത് എനിക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു ആ ഒരു ഇതിലുണ്ടായ കുട്ടിയാണ്. അപ്പോഴത്തേനും പുള്ളിക്കാരത്തി അതിനേക്കാളും ദേഷ്യപ്പെട്ടിട്ട് എന്നാൽ പിന്നെ അവളെയും കിട്ടിയേ പോരായിരുന്നു. അപ്പോൾ അയാൾ പറയുന്നുണ്ട് കിട്ടാനായിരുന്നു ആഗ്രഹം പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് പറ്റിയില്ല. അപ്പം വീണ്ടും അവരുടെ ചോദ്യം പിന്നെ എന്തിന് എൻ്റെ അനിയത്തിയുടെയും അവരുടെ ആ ഒരു ലൈഫും ഇല്ലാതാക്കി ഇനി അവരെന്നാ ചെയ്യണം അതൊന്ന് പറഞ്ഞതാ എന്നൊക്കെ ഇവരിങ്ങനെ പറയണം. അപ്പോഴത്തേക്കും സ്റ്റാലി വന്ന് ഇനി എന്നാ ചെയ്യാനോ ഒന്നും ചെയ്യില്ല ഇതുവരെ എങ്ങനെയാണോ അവർ ചോദിച്ചാൽ അതുപോലെ തന്നെ ജീവിക്കും അവരേക്കണം അവർ ഈ അപമാനം സഹിച്ച് എങ്ങനെ ജീവിക്കും. സ്റ്റാൻലിയുടെ റിലേറ്റീവ്സ് അറിഞ്ഞില്ല എല്ലായിടത്തും അറിഞ്ഞില്ല ഈവൻ അഞ്ചൽ എന്നുള്ള സ്ഥലം പോലും എല്ലാവരും അറിഞ്ഞു അവരെങ്ങനെ ഈ നാണക്കേട് സഹിച്ച് ജീവിക്കും. സ്റ്റാൻലിക്ക് പഴച്ചുണ്ടായൊരു മോളുണ്ടെന്നും അതിനെ പിടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ട് താമസിച്ചെന്നും ഇതൊക്കെ എങ്ങനെയാ എന്ന് പറയുമ്പോഴത്തേക്കിന് സ്റ്റാൻലി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് റീത്തമ്മ സ്റ്റോപ്പ് ഇറ്റ് എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ആ സമയം തന്നെ പുള്ളിക്കാരത്തി ഒട്ടും അടങ്ങണില്ല. പുള്ളിക്കാരത്തി പറയുന്നത് സത്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല നാട്ടുകാർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്നാ പറയും എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അന്നേരം പറയണം നാട്ടുകാർ ചോദിക്കുകയാണെങ്കിൽ അവരുടെ മുഖത്ത് നോക്കിയിട്ട് പോയി പണി നോക്കാൻ പറയണം
എന്ന് പുള്ളി പറയാണ്. അതാണ് അതിൻ്റെ ഉത്തരം എന്ന് സ്റ്റാൻലി പറയുമ്പം ഈ തള്ള പറയാണ്, അത് തർക്കുത്തരമല്ലേ സ്റ്റാൻലി? അപ്പോൾ പുള്ളിക്കാരത്തി കുറച്ച് ഇമോഷണൽ ഡയലോഗ്സ് അടിക്കുകയാണ്. അതായത് ഈ നിൽക്കുന്ന സ്റ്റാൻലിയുടെ മുകളിലേ ഇവർക്ക് ഒരു 2 സിബ്ലിങ്സ് ഉണ്ട്. ഒരു ചേച്ചിയും ഒരു അനിയനും ഇല്ലേ. അപ്പം ഇവരൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പം ആരെങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞു, അതായത് സ്റ്റാൻലിക്ക് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചാൽ ആ ഒരു വേദനയ്ക്ക് എന്ത് മറുമരുന്ന് സ്റ്റാൻലി കൊടുക്കും? കുറച്ച് ഡയലോഗൊക്കെ അടിക്കുകയാണല്ലോ. അത് ഈ പറയുന്ന അവിഹിതം എന്ന് പറയുന്ന സാധനം അതൊരു പൊൻതൂവലായിട്ട് അല്ലെങ്കിൽ വലിയ കാര്യമായിട്ട് കാണണ്ടല്ലോ. നേരെ മറിച്ച് ഇത് പറഞ്ഞ കുടുംബത്തിനും മറ്റുള്ളവർക്കും ഒക്കെ ഒരു അപമാനമൊക്കെ ഉണ്ടാക്കുന്ന കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ കിടന്ന് തിളക്കുകയാണ്. നമ്മുടെ സ്റ്റാൻലി പറയുകയാണ്, റീത്തമ്മ ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട രീതിയിലൊന്ന് മനസ്സിലാക്കുക. അതായത് എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെ കല്യാണം കഴിക്കാൻ. പക്ഷേ പറ്റിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്നും പറഞ്ഞ് ഈ ലോകത്ത് ആരും കല്യാണം കഴിക്കാതെ ഇരിക്കുന്നില്ല. കല്യാണം കഴിച്ചു. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അതിലൊരു മകളുണ്ടായി. അവൾ 23 വർഷം ഒരു ഓർഫണേജിൽ അനാഥയായിട്ട് താമസിക്കുകയാണ്. സ്റ്റിൽ അവൾ പിന്നെയും അനാഥയാണെന്ന് മനസ്സിലാക്കിയപ്പം അവളെ സംരക്ഷിക്കുകയും അവളുടെ ഉത്തരവാദിത്വം എനിക്കാണെന്ന് മനസ്സിലാക്കിയപ്പം ഞാൻ മറ്റുള്ള ആരെയും ചിന്തിച്ചില്ല, ആരെയും പറ്റി ഓർത്തില്ല. ഞാൻ അവളെ ഇങ്ങ് കൊണ്ടുപോയിരുന്നു, കാരണം അതെൻ്റെ ഉത്തരവാദിത്വമാണ് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. റീത്ത എന്ന് പറയുന്നവർ പറയുകയാണ്, പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷേ ഒരു ഭാര്യയ്ക്ക് മക്കൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുമോ? ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അവരോടും കൂടി ഇത് ചോദിച്ചില്ല? അവരോട് ചോദിച്ചിട്ട് വേണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ സ്റ്റാൻലി പറയാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത് 24 വർഷങ്ങൾക്ക് മുമ്പ്. നെൽസൺ എൻ്റെ ഭാര്യയല്ല, എനിക്ക് മക്കളില്ല, ഒന്നുമില്ല. എന്നിട്ട് പുള്ളി പറയാണ്, ഈ ഒരു കാര്യം അവർക്ക് അംഗീകരിക്കാനും അതുമായിട്ട് ഒത്തുപോകാനായിട്ട് പറ്റത്തില്ലെങ്കിൽ കോടതിയിൽ പോയി ഡിവോഴ്സ് ഫയൽ ചെയ്യട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും നല്ല ഷോക്കിംഗ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഈ പറയുന്ന റീത്താമ്മ. പുള്ളിക്കാരത്തെ ഞെട്ടിത്തെറിച്ചിങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇതോടെ ആ ഒരു എപ്പിസോഡ് അവിടെ കഴിഞ്ഞു.